പലതും കാട്ടി ഗോകുല പരിപാലനം ചെയ്തു, ഗോക്കളെ ചിരസറുത്തു, നിശ്ചയഭ്യസിച്ചോര് വിശ്വനെ തള്ളിയിട്ടു, കാലന്റെ തല്ലും പറഞ്ഞ് തക്ഷണം ക്രോധത്താൽ കൊട്ടയും തീയും കോരി ഞാൻ പുറപ്പാടായ കളകാട്ടത്തിന്റെ ദുർമന്ത്രവാദത്തിനെതിരായ ചാത്തൻ വീണാൻ പൂക്കുട്ടി, കരിയിൽ വീണാൻ കരിക്കുട്ടി, പറന്നുപോയവൻ പറക്കുട്ടി, തീയിൽ വീണവൻ ഞാൻ തീയിൽ കുരുത്തതിക്കുട്ടി. പ്രിയ ഗുരുജനങ്ങളെ, നല്ല നമസ്കാരം. ഞാൻ ഇപ്പോൾ പോകുന്നത് പാണത്തൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ്. അത് കാസർഗോഡ് ജില്ലയിലാണ് വരിക. അത് കർണാടക കേരള ബോർഡറിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒരു 100-150-200 കിലോമീറ്ററിന് അടുപ്പിച്ചെത്തും. അവിടെ പോയിട്ട് എത്താൻ വേണ്ടിയിട്ട് ഞാൻ അവിടുത്തെ ക്ഷേത്രത്തിലെ ഒരു അയ്യപ്പ വചന മഠമായിരുന്നു ആദ്യം. പിന്നീട് അത് അയ്യപ്പ ക്ഷേത്രമായി മാറിയതാണ്. അവിടുത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് പോകുന്നത്. അതീവ ശക്തിയുള്ള ഒരു മഹാഗണപതി അവിടെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ എന്താഗ്രഹം പറഞ്ഞ് നമ്മൾ തേങ്ങ മുട്ടിയാലും അതിവേഗം തന്നെ അത് സാധ്യമാവുന്നു. ഒരുപാട് പേർ എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു ഗണപതിയുടെ സാമീപ്യം ഒന്ന് അനുഭവിക്കാനും വേണ്ടിയാണ് പോകുന്നത്. ഗണപതിയെ കാണിച്ചു തരാൻ എനിക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ അതീവ സുന്ദരമായ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിർത്തിയിട്ടുള്ളത്. നാടിൽ നിന്നും പിന്നെ ഏകദേശം ഒരു 10-60 കിലോമീറ്ററോളം ഉള്ളിലേക്ക് ഇത് പിന്നെയും പോകണം. അപ്പോൾ ഞാൻ അവിടത്തേക്കുള്ള ഒരു യാത്രാ മധ്യയാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ പുലർച്ചക്ക് ഒരു 4 മണിക്ക് ഞാൻ ഇറങ്ങിയതാണ്. റോഡെല്ലാം വളരെ മിസ്റ്റേക്കാണ്. ഞാൻ ഇപ്പോൾ കുറേ കാലമായി ഞാൻ റോഡ് വഴി യാത്ര ചെയ്തിട്ട് ഞാൻ ട്രെയിൻ വഴിയാണ് അധികം യാത്ര ചെയ്യാറ്. അപ്പോൾ നോക്കുമ്പോൾ പാലത്തിൻ്റെ പണിയും അതുപോലെ മേൽപ്പാലത്തിൻ്റെ അതുപോലെ പിന്നെ റോഡിൻ്റെ പൊളിച്ചിട്ട് എല്ലാം അതിങ്ങനെ എന്തോ വീതി കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാട് പ്രദേശം പോലുള്ള ഒരു വഴിയിലെ കൂടിയാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത്. വാഹനമൊക്കെ പോകുന്നുണ്ട്. ഒരു ഉൾഗ്രാമമാണ്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ എന്നെ ക്ഷണിച്ചിട്ട് ഞാൻ പോകുന്നതാണ്. അപ്പം അതീവ ശക്തിയുള്ള ഒരു ഇത് ഒരു അയ്യപ്പ ക്ഷേത്രമാണ് ഇത്. ഗണേശനാണ് അവിടെ ശക്തി ഉള്ള ഒരു ഗണേശനും ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ അവിടെ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ഒരു 10,000 ദീപം സമർപ്പണമുണ്ട്. അതിനവർ ക്ഷണിച്ചിരിക്കുകയാണ്. ഏകദേശം എത്താനായി എന്ന് തോന്നുന്നു. പ്രകൃതി കണ്ട എന്താ ഭംഗി! ഒരുപാട് മലകളും അരുവികളുള്ള സ്ഥലം തന്നെയാണ്.
എനിക്ക് പിന്നെ യാത്രയിലായതുകൊണ്ട് എനിക്ക് കാണിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും എനിക്ക് എൻ്റെ പരിമിതിയിൽ ഒതുങ്ങിയത് മൂലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരിക. പിന്നെ ഇങ്ങനെ ക്യാമറ ഒന്നും എടുത്തിട്ട് ഓപ്പണായിട്ട് ഇരുന്ന് പോകാൻ പാടില്ല. അപ്പോൾ അതിന് പറ്റിയ ഒരാളെയും കൂടി ഞാൻ നിയോഗിച്ചിട്ടാണ് ഈ പണി ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടിയാണ് ഇപ്പോഴത്തെ യാത്രയിൽ ചെയ്യുന്നത്. ഒന്ന് എൻ്റെ ഹെൽമറ്റും ഒന്ന് ഞാനും. പിന്നെ വേറെന്താ, അവിടുത്തെ കാഴ്ചകൾ, നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും അവിടുന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അതല്ലേ നല്ലത്. ഏതായാലും കാണാൻ പോകുന്ന പൂരം കേട്ടറിയുന്നേക്കാൾ നല്ലത് കണ്ടറിയുന്നതാണ്. ഒരു വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നല്ല സ്വഭാവ രീതിയുള്ള നല്ല ജനങ്ങളുള്ള ഒരു ദേശമാണ്. അവിടുത്തെ ജനങ്ങൾ സ്നേഹം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങളോട് പെരുമാറുമ്പോൾ തന്നെ മനസ്സിലാവുന്നതെന്ന് എല്ലാവരും പറഞ്ഞാൽ അതീവ നല്ല സ്വഭാവമുള്ള ജനങ്ങളാണ്. പ്രകൃതി പോലെ തന്നെ നല്ല സ്നേഹമുള്ള ജനങ്ങളാണ്. നല്ല ഒത്തൊരുമയുള്ള ഒരു ജനങ്ങളാണ്. റോഡ് മുഴുവൻ പൊളിഞ്ഞിരിക്കുകയാണ്. എന്ന മിസ്റ്റേക്കായിട്ടാണ്, കണ്ടില്ല. പാലത്തിൻ്റെ പണി നടക്കുവാണ്. ഏകദേശം അടുത്തെത്താറായി. ഞാൻ അവിടുന്ന് അങ്ങോട്ടേക്കുള്ള യാത്ര മധ്യേ നിങ്ങൾക്ക് ഞാൻ ഓരോ കാഴ്ചകളും ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ട് പോകാമെന്ന് കരുതിയതുകൊണ്ടാണ്. അപ്പം വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ക്ഷേത്രത്തിലേക്കുള്ള മാർഗവും വഴിയും പിന്നീട് ഞാൻ ക്ഷേത്രത്തിലെത്തിയിട്ട് ഞാൻ അവിടുത്തെ അധികാരികളുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു തരാം. അവിടെ ധാരാളം ജനങ്ങളും അവിടുത്തെ മാതൃസേവാ സമിതിയുള്ള അമ്മമാരും വളരെ നല്ല പ്രവർത്തനമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ പണ്ട് പ്രവർത്തിക്കുന്ന ധാരാളം പേരുണ്ട് അതിൽ. അവരൊക്കെ ഇന്നും അതിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പം അത്രയും സുന്ദരമായ ഒരു ഗ്രാമത്തിലേക്ക് കൂടിയാണ് എൻ്റെ യാത്ര. ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോയപ്പം ഇതിലും ഭംഗിയായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഓരോ വഴികളും നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങളും പിന്നെ പുതിയ പുതിയ കാഴ്ചകളും നമുക്ക് നൽകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ യാത്രാമധ്യേ നിങ്ങൾക്ക് ഈ ഒരു വിഷ്വൽ കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഏകദേശം ഞാൻ അവിടെ എത്തുന്നവരെ ഉള്ള ഒരു വീഡിയോ ആയിരിക്കും ഇതുണ്ടാവുക. അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം പിറ്റേത്തെ ദിവസം നിങ്ങൾക്ക് ബാക്കിയുള്ള കാഴ്ചകൾ അവിടുത്തെ ഞാൻ കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടില്ലേ, റോഡ് നന്നാക്കുന്ന പിന്നെ കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഇപ്പം അങ്ങോട്ട് പോയത്. ഇനിയിപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ആൾക്കാർ ആരുമില്ല. റോഡ് സൈഡിൽ ഫുൾ കാലിയാണ് ഉള്ളത്. ഇപ്പം 2-3 പെൺകുട്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ ചോദിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചോദിക്കാതെ ഞാൻ നേരിട്ട് അങ്ങ് കുറച്ചും കൂടി മുന്നോട്ട് പോകാൻ വഴി. കാരണം ഒരുപാട് പോക്കറ്റ് റോഡുകളുണ്ട്. ഇതെങ്ങനെയാണെന്ന് മനസ്സിലാവില്ല. ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ആരും പോകരുത്. പോയി കഴിഞ്ഞാൽ 8ൻ്റെ പണി കിട്ടും. ഇപ്പോൾ ഒരു 10-25 കിലോമീറ്റർ ഞാൻ എക്സ്ട്രാ വേറൊരു വഴിയിലേക്ക് കടന്നുപോയി. ഗൂഗിൾ മാപ്പിൽ കാണിച്ച പ്രകാരം പോയതാണ്. നോക്കുമ്പോൾ അത് വേറെ ഏതോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2-3 കാഞ്ഞങ്ങാട് എത്തിക്കേണ്ട പരിപാടിയായിരുന്നു ഇവർ ചെയ്തത് ഗൂഗിളിൻ്റെ മാപ്പിലെ ആൾക്കാർ. എന്നാൽ നമുക്കിതാ സ്ഥലമെത്തി നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. നമസ്തേ. ഒരെണ്ണം കണ്ട് സംസാരിച്ചത്.
ഇതാണ് നമ്മൾ കാണാൻ ആഗ്രഹിച്ച ആ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ നടപ്പന്തലിൻ്റെ പണി നടക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുള്ള ധനത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അതിന് സഹായിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കാൻ ഈ ദേശത്തോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തോ ആരെങ്കിലും ഉണ്ടെങ്കിൽ സാധിക്കുമാണെങ്കിൽ നിങ്ങൾക്ക് അത് ഒന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല ഒരു ഉപകാരമാണ്. ഇപ്പം എനിക്കത് പറയാനല്ലേ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും അത് പറ്റുമാണെങ്കിൽ അതീവ ശക്തിയുള്ള ഒരു പോസിറ്റീവ് എനർജിയുള്ള ഒരു ക്ഷേത്രമാണ്. സൂപ്പർ പവറല്ല, ഒരു പോസിറ്റീവ് എനർജിയുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വലിയ ഉപകാരമായിട്ട് കാണുന്നു. നല്ല നമസ്കാരം. ബാക്കിയുള്ള കാഴ്ചകൾ നിങ്ങൾ വേഗം കണ്ടുവരും. നമസ്തേ. എന്താ പേര്? എൻ്റെ പേര് കുഞ്ഞികൃഷ്ണൻ. ഇതിൻ്റെ സെക്രട്ടറിയാണ്. ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയാണ്. പിന്നെ ഇത് ശ്രീധർമ്മശാസ്ത്രമാണ്. മണികണ്ഠപുരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇവിടെ 5 പ്രതിഷ്ഠകളുണ്ട്. 5 പ്രതിഷ്ഠകളുണ്ട് അല്ലേ? 5 നാഗരാജാവ് അടക്കം. നമുക്ക് അതിനെ പറ്റി ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വിശദമായിട്ട് എല്ലാം ഒന്ന് കണ്ടിട്ട് ഒന്ന് പറഞ്ഞു തരണമായിരുന്നു. എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞുതരാം. 2 മിനിറ്റ്. ശരി. നമസ്തേ. എന്തുണ്ട്? പിന്നെ നിങ്ങൾ ഇതേ സ്ഥലം? ഇത് വളാന്തോട് മണികണ്ഠപുരം. ഇത് കാസർഗോഡ് ജില്ല അല്ലേ? പിന്നെ ഇത് കർണാടക സംസ്ഥാനം കൂടി അടുത്തല്ലേ? അല്ല, കുറച്ച്. നിങ്ങൾ പിന്നെ ഇവിടെ എന്താ പരിപാടി? ഇവിടെ ഇന്ന് ദീപോത്സവം ഇവിടെ നടക്കുന്നല്ലേ? അപ്പുറം സംഗതി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അതിന് പകരമായിട്ട് ചെറിയൊരു പരിപാടി. പിന്നെ വേറെ ഒന്നും കൂടി എവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ? മറ്റേ ഇത് ചെറുക്കൽ കടലായി മതിലകത്ത് ശ്രീകൃഷ്ണൻ. അതെപ്പോ വരുന്നത്? അത് മകരവിളക്കായി ജനുവരി 14 അല്ലേ? അത് അത്ര ലക്ഷദ്വീപ്. അതുപോലെ തന്നെ ജനുവരി 21 കൂട്ടിക്കുളം. അതെവിടെ സ്ഥലം വരിക? കൂട്ടിക്കുളം, കാസർഗോഡ് ജില്ല. അവിടെയുണ്ടല്ലേ? സംഭവം പരിപാടി ഇഷ്ടം പോലെ ഉണ്ട്. പരിപാടി വരും അല്ലേ? എടുക്കാൻ കുറവേ ഉള്ളൂ അല്ലേ? എടുക്കാണ്ട് കണ്ടായി പോകുന്നു വേണ്ട. കാരണം നിങ്ങളെ ദീപം എല്ലാവരും നല്ല അഭിപ്രായമാണ്. കാരണം വെച്ചാൽ ഈ തിരിയുന്ന ഒരു വിളക്കുണ്ടല്ലോ, അത് ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ സാധനം അല്ലേ? അത് മോട്ടർ വെച്ചിട്ട് ഒരു മോട്ടറാ? എത്ര വിളക്കിനകത്ത്? അങ്ങനത്തെ 2 ഇപ്പോൾ ഇവിടെ ഒന്നേ കൊണ്ടിരുന്നത്. പിന്നെ നിങ്ങൾ വേറൊന്നും കൂടി പറഞ്ഞു തരുന്നല്ലോ. പിന്നെ എന്തോ കിടക്കിന്റെ മുകളിൽ വെച്ച് ചെറിയൊരു എന്തോ പണ്ടങ്ങത്തുന്നതോ അങ്ങനെ ഒരു മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. അതൊന്നും സംഭവം മനസ്സിലായി. അത് ഒരു ശരിക്കും പറഞ്ഞാൽ ദീപത്തോണ്ട് ഒരു തറ പോലെ തറ ഇതായിട്ട് അതിന് നടുക്ക് ഒരു പിന്നെ അഗ്നി ഇങ്ങനെ വരുന്നത്. അതിങ്ങനെ റൗണ്ട് അടിച്ച് വരുന്ന പോലെ. അത് ഒരു പ്രത്യേക സ്റ്റൈൽ ആക്കണമെന്നുള്ള അങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഇങ്ങനെ ഐഡിയ ഇതായിട്ട് പറഞ്ഞിട്ട് സ്കെച്ച് ചെയ്തുകൊണ്ട് എല്ലാം ഭംഗിയായിട്ട് വരട്ട്. ഇതിപ്പോൾ ലക്ഷദ്വീപത്തിൻ്റെ എല്ലാ സാമഗ്രികളും നിങ്ങൾ സെറ്റപ്പ്. പിന്നെ ഒന്ന് ഫോൺ നമ്പർ പറയാം. 94 95 18 33 70. നിങ്ങളെ പൂജ സ്റ്റോറിൻ്റെ പേരും പറഞ്ഞു. വാരിയർ പൂജ സ്റ്റോർ, മാവുങ്കാൽ, കാസർഗോഡ് ജില്ല. അപ്പോൾ എവിടെയായാലും വിളിച്ചു കഴിഞ്ഞാൽ വരും. ഏറ്റവും കൂടുതൽ കണ്ണൂരിൽ തന്നെ വർക്ക് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? കണ്ണൂർ മാത്രമല്ല, ഏത് സ്ഥലത്തായാലും മുൻകൂട്ടി അറിയിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നമ്പറിലുള്ളൂ. ഈ ഒരു നമ്പർ. പിന്നെ മാലേൻ്റെ എന്ത് പറഞ്ഞായിരുന്നല്ലോ നിങ്ങൾ? മാല ക്ഷേത്രത്തിലെ കാലകാലത്തുള്ള മാലകൾ നമ്മൾ വേണമെങ്കിൽ ആ കമ്മിറ്റി ആവശ്യപ്പെടുന്ന പ്രകാരം നമ്മൾ ചെയ്തു. പക്ഷേ അത് ഈ നാട്ടിലൊക്കെ കിട്ടുന്ന ടൈപ്പ് മാല അല്ലല്ലോ അത്. ഞാൻ കണ്ടിട്ട് നിങ്ങൾ കുറേ മാലകൾ നിങ്ങളെ അയച്ചപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, സെറ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെ കാണണമെന്നും ഇത് എന്താണെന്നെല്ലാം അറിയാൻ വേണ്ടി ആഗ്രഹിച്ചത്. അതെങ്ങനെ മാല അങ്ങനെ സാധാരണ നമ്മൾ കൗങ്ങിൻ പൂക്കല. കാരണം ഈ തെക്കൻ ദിക്കില് പിന്നെ ഇത് ഭാഗത്ത് കൗങ്ങിൻ പൂക്കല ദുർബലാണ്. പിന്നെ അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് കൗങ്ങിൻ പൂക്കല ഇഷ്ടം പോലെ കിട്ടും.